അപ്പോൾ പൈസ കുറവായിട്ട് നല്ല ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതെങ്ങാ പോരെ നമ്മുടെ കൊച്ചിയിലുള്ള സമൃദ്ധി അറ്റ് കൊച്ചി കടവന്ത്രയിൽ GCDCയുടെ ക്യാൻറ്റീനിൽ കേട്ടോ. നല്ല അടിപ്പൻ ഫുഡ് കിട്ടും കേട്ടോ. ഞങ്ങളാൽ ഫുഡ് കഴിക്കാൻ സ്ഥലം തപ്പി നടന്നപ്പോഴാണ് കടവന്ത്ര എത്തിയപ്പോൾ ഞാനിത് കണ്ട സമൃദ്ധി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ കയറി നോക്കാമെന്ന് ഓർത്താണ് ചെല്ലണത്. ഇനി തിരക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇതെടുക്കണം, ഫുഡിൻ്റെ പൈസ കൊടുത്ത് റെസീറ്റ് വാങ്ങിച്ചിട്ട് വേണം ഫുഡ് പോയി നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നല്ല തിരക്കുണ്ട്. പക്ഷേ ഞാൻ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപ്പ ഫുഡും കാര്യങ്ങളുമാണ്. ഞങ്ങൾ 2 ഊണാണ് മേടിച്ചത്, 2 ഊണും പിന്നെ ഒരു ബിരിയാണിയും. അപ്പോൾ കൊച്ചുങ്ങൾക്ക് ബിരിയാണിയും, പക്ഷേ 2 പേർക്കും കൂടി ഒരു ബിരിയാണിയായിട്ടാണ് വാങ്ങിച്ചത്. ഊണിനൊക്കെ ആയാലും 40 രൂപയുള്ളൂ, ബിരിയാണിക്ക് 120 രൂപ ചിക്കൻ ബിരിയാണി. അതല്ലാതെ സമുദ്രസദ്യ 200 പിന്നെ അതല്ലാതെ ചട്ടിച്ചോറ് 220 രൂപ. നല്ലോണം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കയറി സ്ഥലം പിടിച്ചിട്ടോ. സ്ഥലം അവിടെ ഇച്ചിരി നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 2 പേരൊക്കെ ചെല്ലുവാണെങ്കിൽ ഒരാൾ ചോറ് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ കയറി സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടും. നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് പേര് വന്നുണ്ട്. പ്രത്യേകിച്ച് ഫുഡിന് നല്ല റേറ്റ് കുറവും നല്ല ഫുഡും. ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഫുഡ് നല്ല അടിപ്പൻ ഫുഡായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ എരിശ്ശേരി ഉണ്ടായി, പിന്നെ ഒരു മെഴുക്ക് പുരട്ടി, അച്ചാറും പപ്പടവും കൊണ്ടാട്ടവും. പക്ഷെ നല്ല ഫുഡായിരുന്നു. ബിരിയാണിയിലായാലും ചിക്കൻ 3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായി. അവർ കഴിച്ചിട്ടും ബാക്കി വന്നിട്ടോ. അവർക്ക് 2 പേർക്കും കഴിക്കാൻ അത്രയും വേണ്ടായിരുന്നു. ബിരിയാണി നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കടവന്ത്രയിൽ കയറി സമൃദ്ധിയിൽ നിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫുഡാണ് അവിടെ കിട്ടണത്. നല്ല തിരക്കാട്ടോ. നമ്മളപ്പോൾ അതനുസരിച്ച് ചെല്ലണം. അവിടെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പായസം ഒന്നും വാങ്ങിച്ചില്ല, ഇനി ഞങ്ങൾ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഇനി അതിൽ പോണവരൊക്കെ അവിടെ കയറി ഫുഡ് കഴിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ മീൻ, കക്ക, അങ്ങനെ ഒരുപാട് ഫ്രൈ സാധനങ്ങൾ ഒരുപാടുണ്ട്. എല്ലാത്തിനും നല്ല റേറ്റ് കുറവാട്ടോ. ആവുന്നത് അതിൽ പോണവർ അവിടെ കയറി കഴിക്കാൻ നോക്കും, നല്ല ഫുഡും കിട്ടും. നമ്മൾ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല റേറ്റും കൊടുക്കണം, അപ്പോൾ ഫുഡും കൊള്ളൂലായിരിക്കും. പക്ഷേ സമൃദ്ധിയിൽ ഫുഡ് നല്ല അടിപ്പ ഫുഡാട്ടോ. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പയ്യെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.